അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫയർസ്റ്റിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ബോക്സൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുന്നതെന്ന് വെച്ചാൽ ഫയർസ്റ്റിക്ക് കിട്ടുന്നുണ്ട്, HDMI എക്സ്റ്റൻഡർ കേബിൾ കിട്ടുന്നുണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ആമസോണിൻ്റെ ഒരു അഡാപ്റ്റർ കിട്ടുന്നുണ്ട്, ആമസോണിൻ്റെ ഒരു അഡാപ്റ്ററാണ്. പിന്നെ USB കേബിൾ കിട്ടുന്നുണ്ട്. ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. വോയിസ് ഒക്കെ നമുക്ക് വെച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ 2 ബാറ്ററി റിമോട്ടിനകത്ത് ഇടാനായിട്ട്, കുഞ്ഞു ബാറ്ററിയാണ്. പിന്നെ ഇൻസ്റ്റാളേഷൻ ഗൈഡ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ. ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 3rd ജനറേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3999 രൂപ. ഇതിൻ്റെ ലൈറ്റ് ഉണ്ട്, അതിന് എനിക്ക് തോന്നുന്നു 2999 രൂപയാണ് സംതിങ് ആണ്. പിന്നെ ഇതിനകത്ത് അവൈലബിൾ ആയ ആപ്സ് ഒക്കെ ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്മാർട്ട് TV അല്ലാത്ത TVകളിലൊക്കെ നമുക്ക് സ്മാർട്ടാക്കാൻ പറ്റും. ഇത് HDMI പോർട്ടിലേക്ക് അങ്ങ് കൊടുത്താൽ മതി ഈ സ്റ്റിക്ക്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫയർ സ്റ്റിക്ക് എടുക്കുക. ഫയർ സ്റ്റിക്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ TVക്ക് ശാല ഉള്ളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എക്സ്റ്റൻഡർ കേബിൾ ഉണ്ട്, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എൻ്റെ TV ഇംപെക്സിൻ്റെ TV ആണ്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണം എനിക്ക്. ഇപ്പോൾ ചില TVയുടെയൊക്കെ ആകുമ്പോൾ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലായിരിക്കും HDMI പോർട്ട്. ചിലതിൻ്റെ അടിഭാഗത്തായിരിക്കും. എൻ്റെ TVയുടെ അടിഭാഗത്താണ്. നിങ്ങളുടെ TVയിൽ ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ അവിടെ പോയി HDMI കേബിൾ കൊടുക്കുക, കണക്ഷൻ കൊടുക്കുക. USB കേബിൾ ഇപ്പോൾ അഡാപ്റ്റർ ഉണ്ട്, അഡാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇതിനകത്ത് HDMIയുടെ സോഴ്സ് കിട്ടത്തുള്ളൂ. കണക്ട് ചെയ്യാനായിട്ട് സ്റ്റിക്കിലാണെങ്കിൽ ഒരു പോർട്ട് കാണും, ഈ മോഡൽ B പോർട്ട് കാണും. ആ പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഇനി നമുക്കിത് പെയർ ചെയ്യണം. ഈ റിമോട്ടും ഈ TVയും തമ്മിൽ നമുക്ക് പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ TVയിൽ HDMI ആണോ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. അതായത് നിങ്ങൾ TVയിലെ സോഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്തെങ്കിലും കാണും, അതിൽ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ HDMIയിലേക്ക് മാറ്റണം. എൻ്റെ HDMI 1ലാണ് ഞാൻ കൊടുത്തത്, അപ്പോൾ 1ലേക്ക് ഇടുക പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ TVയിൽ ഏത് HDMI പോർട്ടിലേക്കാണ് ഇടുന്നത് അത് നമ്മൾ കണക്ഷൻ ചെയ്യണം. അതിനായിട്ട് ഇങ്ങനെ വരും. പല ലാംഗ്വേജസിൽ വരുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ റിമോട്ടിലെ ഹോം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നമ്മൾ ഞെക്കണം. അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പോസിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, പോസ് പ്ലേ, ഈ ബട്ടൺ. ആ ബട്ടൺ നമ്മൾ ഞെക്കി വേണം ചെയ്യാനായിട്ട്. അതിന് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വന്നപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ അടിക്കാനായിട്ട് നടുക്കത് ഈ ബട്ടണിൻ്റെ നടുക്കത്ത് ഓക്കെ അടിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, സെറ്റപ്പ് വിത്ത് ഫയർ TV ആപ്പ് നമുക്ക് ആപ്ലിക്കേഷൻ വഴി സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ റിമോട്ട് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റിമോട്ട് കയ്യിലുള്ളതുകൊണ്ട് റിമോട്ട് വഴി, ആപ്ലിക്കേഷൻ വഴിയുള്ളത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ആണെങ്കിൽ റിമോട്ട് വഴി നമുക്ക് ചെയ്യാം. നല്ല സ്ട്രെങ്ത് ഉള്ളൊരു വൈഫൈ കണക്ഷൻ വേണം നമുക്ക്. പിന്നെ നല്ല സ്പീഡുള്ള ഹൈ കണക്ടിവിറ്റി ഉള്ളൊരു വൈഫൈ കണക്ഷൻ വേണം. എൻ്റെ ഇവിടെ ഉള്ളത് കേരള വിഷനാണ്. അപ്പം ഞാനത് കണക്ട് ചെയ്യണം. എൻ്റെ പാസ്വേഡൊക്കെ അടിക്കുക. ഇപ്പോൾ പാസ്വേഡ് ഞാൻ അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ കണക്ഷൻ സക്സസ്ഫുൾ ആണ് ഇതിനകത്ത് ആദ്യം കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അപ്ഡേറ്റ്, അത് കുറച്ച് സമയം എടുക്കും. സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഹാവ് ആൻ അക്കൗണ്ട് അല്ലെങ്കിൽ ന്യൂ ടു ആമസോൺ, നമുക്ക് ഒരു അക്കൗണ്ട് ആമസോണിലുണ്ട്. നമ്മൾ ആമസോണിൽ കയറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ അടിക്കുക.
അതാണ് ഈ ഓപ്ഷൻ കാണാം. അപ്പോൾ റിമോട്ടിൽ ഈ ഓപ്ഷൻ കണ്ടോ, അത് വെച്ച് നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അടിക്കുക. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ OTP നമ്മൾ അടിക്കുക. ഇപ്പോൾ സൈൻ ഇൻ ചെയ്യുക. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇനിയും ഈ വൈഫൈ പാസ്വേഡ് എല്ലാം ആമസോൺ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇവർ അടുത്തായിട്ട് ഓപ്ഷൻ കാണിക്കുന്നത്. അത് നമ്മൾ എസ് അടിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ ഇവിടെ ഫയർ TVയിൽ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് അത് വേണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എനിക്കത് വേണ്ട, സ്കിപ്പ് അടിക്കുക. അപ്പോൾ ഞാൻ നോ പേരൻ്റൽ കൺട്രോൾ അടിക്കുന്നു. ഇനി നമ്മുടെ TV ഏത് ബ്രാൻഡാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ TV ഇംപെക്സ് ആണ്. അപ്പോൾ ഞാൻ ഇംപെക്സ് നോക്കുന്നു. നിങ്ങളുടെ TV ഏതാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. IMBEX ഇവിടെ കിടക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തു. വി വിൽ ബി പ്ലേയിങ് മ്യൂസിക് ഡ്യൂറിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് ഞാൻ ഓക്കെ അടിച്ചു, നെക്സ്റ്റ് അടിച്ചു. നമ്മുടെ റിമോട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൺട്രോൾസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് അവർ അതിൻ്റെ വോളിയം പ്ലസ് അല്ലെ മൈനസ് ഏതെങ്കിലും അടിക്കുക. അപ്പോൾ അത് നമ്മൾ എസ് അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഓക്കെ അടിക്കുക. ഇത് കണ്ടിന്യൂ അടിക്കുക. ആമസോൺ പ്രൈമിൻ്റെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. കണ്ടിന്യൂ അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യണോ ഇതിനകത്ത് തന്നിരിക്കുന്നത്, അതോ ഞാൻ നോ താങ്ക്സ് അടിച്ച് വിടുകയാണ്. മാനേജ് ആൻഡ് മോണിറ്റർ യുവർ ഡാറ്റ കൺസംപ്ഷൻ ഓൺ ഫയർ TV സ്റ്റിക്ക്. എനേബിൾ ഡാറ്റ മോണിറ്ററിങ്. നെക്സ്റ്റ് അടിച്ചു. അത് ആവശ്യമില്ല. അതായത് എത്ര ഡേറ്റ നമ്മുടെ TV പിടിച്ചെടുത്തത് അതൊക്കെ അറിയാനായിട്ടാണ്. എനിക്ക് ആവശ്യമില്ലത്. ആവശ്യമുള്ളവരത് ചെയ്യുക. ഡാറ്റ പ്ലേറ്റർ എടുത്തു. ഞാനത് എഴുതിയിരിക്കുന്ന ഈസി നാവിഗേറ്റ് മെനു. അപ്പോൾ നമ്മുടെ ഫയർ TV ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അത് റിമോട്ടിൽ കയറിയിട്ട് യൂട്യൂബ് അടിക്കുക. ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് വേണ്ട ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഗൂഗിളായിട്ട് സൈൻ ഇൻ ചെയ്യണം. അത് സൈൻ ഇൻ ചെയ്യുക. ഞാനിപ്പോൾ അത് ബാക്ക് അടിക്കുകയാണ്. ഞാൻ പിന്നെ സൈൻ ഇൻ ചെയ്യുന്നുള്ളൂ. ഇതിലുള്ള ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പ്രൈം വീഡിയോ, പിന്നെ C5, സോണി ലൈവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോട് അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൈനിങ് ഓഫ്.